ഹലോ വ്യൂവേഴ്സ്, മേരാ പ്രിയ ദർശകോ, എൻ്റെ പ്രിയ കാഴ്ചക്കാരെ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി നമ്മുടെ ക്ലാസ്സുകൾ മുടങ്ങിയിട്ട്. അപ്പോൾ അത് ഒരുപാട് കാരണങ്ങളുണ്ട് അല്ലേ. ഫോണൊന്ന് തകരാറായി. ഞാനത് കൂടുതലായിട്ട് പറയാം, പിന്നെ എന്താണ് സംഭവിച്ചത്, എന്താ കാര്യങ്ങളത്. അപ്പോൾ മൈ ഡിയർ വ്യൂവേഴ്സ്, അവർ ക്ലാസ്സസ് ഹാവ് ബ്രോക്കൺ I think more than a month. Lot of reasons for that. I will explain it. അപ്പോൾ നമുക്ക് വീണ്ടും ക്ലാസ്സിലേക്ക് കിടക്കാം. ഞാൻ വീണ്ടും റിവൈസ് ചെയ്യണം. അതായത് നമുക്ക് ഓക്സിലറി വെർബ്സ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ടോക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ഓൾസോ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇറ്റ്സ് ബഹുമൂല്യ, ബഹുത്ത് പ്രാധാന്യം ഓക്സിലറി വെർബ്സ്. അതായത് നമുക്ക് സംസാരത്തിലും, ഇൻ ടോക്കിംഗ് ആൻഡ് ഇൻ റൈറ്റിംഗ്. ഞാൻ പറഞ്ഞിരുന്നു, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ നിങ്ങളെ ഞാൻ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഇത് സംസാരിക്കാൻ പ്രാപ്തരാക്കിയിരിക്കും. അതൊരു പ്രോമിസാണ്. കാരണം ഹിന്ദി, മലയാളം ചെയ്യുന്നത് നമ്മൾ മറ്റ് രാജ്യങ്ങളെ ഉള്ള ആളുകളെ അവരെ ആസ്പദമാക്കിക്കൊണ്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഓക്സിലറി വെർബ്സ്. ദർ ആർ 24 ഓക്സിലറി വെർബ്സ് യൂസ്ഡ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. അതായത് 24 ഓക്സിലറി വെർബ്സാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കുന്നത്. 24 ऑक्सिलरी सहायक क्रिया की उपयोग करता है अंग्रेजी भाषा में. അപ്പോൾ ഏതൊക്കെ നോക്കാം. ആം, ഈസ്, വാസ്, ആർ, വെർ. ദീസ് 5 ആർ ഇൻ എ സെക്ഷൻ. ഇത് 5 ഒരു വിഭാഗത്തിലാണ്. പിന്നെ വരുന്നത് ക്യാൻ, കുഡ്, വിൽ, വുഡ്, ഷാൽ, ഷുഡ്, may, might, must, ought, need, used to, dare. ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് വിട്ടുപോയിട്ടുള്ള സംശയം നമുക്ക് വൈഡായിട്ട് പറയാം. അപ്പോൾ നോക്കാം. ഫസ്റ്റ്, ആം. വാട്ട്സ് ദ യൂസ് ഓഫ് ആം? ആം ഈസ് യൂസ്ഡ് ടു മേക്ക് പ്രസൻറ്റ് ടെൻസ് ഓൺലി വിത്ത് ദി സബ്ജക്റ്റ് ഐ. അപ്പോൾ ഐ എന്ന സബ്ജക്റ്റിനോട് കൂടി പ്രസൻറ്റ് ടെൻസ് ഉണ്ടാക്കുവാനാണ് എന്തുപയോഗിക്കുന്നത്? ആം ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ആം എ സ്റ്റുഡൻറ്റ്, മേ ഏക് ഛാത്ര ഹെ. ഞാനൊരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ ആയിരുന്നു എന്ന് പറയുന്നില്ല അവിടെ, അല്ലേ? ആകും എന്നും പറയുന്നില്ല. പ്രസൻറ്റിലാണ്. വർത്തമാൻ കാൽ മേ, ഏ വർത്തമാൻ കാൽ ഹെ, അല്ലേ? അപ്പോൾ ഇത് നമുക്ക് ചോദ്യം ചോദിക്കുമ്പോൾ, ആർ യു എ സ്റ്റുഡൻറ്റ്? യെസ്, ഐ ആം എ സ്റ്റുഡൻറ്റ്. ക്യാ ആപ് ഓർ തൂ एक छात्र है, मैं एक छात्र है, അല്ലേ? അപ്പോൾ ഞാനൊരു വിദ്യാർത്ഥിയാണ്, നീ ഒരു വിദ്യാർത്ഥിയാണോ? മറുപടി എങ്ങനെ പറയാൻ പറ്റും? ഞാനൊരു വിദ്യാർത്ഥിയാണ്, അല്ലേ? ഇനി അടുത്ത് വരുന്നതാണ് ഏതാണ്? ഈസ്. അപ്പോൾ നമുക്കറിയാം സിംഗുലർ സബ്ജക്റ്റ്, അതായത് ഏകവചനങ്ങളായ ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. ഹി, ഷീ, ദി പെൻ, ദി ചെയർ, ദി കാറ്റ്, ദി ബസ്, ദി ട്രെയിൻ, അല്ലേ? അങ്ങനെ ഒരുപാട്. ഇതിൻ്റെ കൂടെ പ്രസൻറ്റ് ടെൻസ് ഉണ്ടാക്കുവാനാണ് ഈസ് ഉപയോഗിക്കുന്നത്. ഹീ ഈസ് എ സ്റ്റുഡൻറ്റ്, കണ്ടില്ലേ? ഐ ആം എ സ്റ്റുഡൻറ്റ്, ഹീ ഈസ് എ സ്റ്റുഡൻറ്റ്, ഷീ ഈസ് എ ഡാൻസർ. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഏതൊരു ഓക്സിലറി വെർബും ആദ്യം ഉപയോഗിച്ചാൽ ആ വാചകം ചോദ്യമായി മാറും. ഇഫ് യു യൂസ് ആൻ ഓക്സിലറി ഇൻ ഫ്രണ്ട് ഓഫ് എ സെൻറ്റൻസ്, ദെൻ ദി സെൻറ്റൻസ് വിൽ ബിക്കം എ ക്വസ്റ്റ്യൻ. മനസ്സിലായില്ലേ? ഹീ ഈസ് എ സ്റ്റുഡൻറ്റ് പറഞ്ഞു, ഈസ് ഹീ എ സ്റ്റുഡൻറ്റ്? അവനൊരു വിദ്യാർത്ഥിയാണോ, അല്ലേ? അതുപോലെ ഇപ്പോൾ നമ്മൾ ഹീ വെച്ച് പറഞ്ഞു, ഹീ ഈസ് എ സ്റ്റുഡൻറ്റ്, അവനൊരു വിദ്യാർത്ഥിയാണ്, അല്ലേ? വേഗ് ഛാത്ര ഹെ, ക്യാ വേഗ് ഛാത്ര ഹെ? ചോദ്യമായി. മനസ്സിലായില്ലേ? ഇനി അടുത്ത് വരുന്നതാണ് വാസ്. വാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആം, അതോടൊപ്പം ഈസ്, ഇവയുടെ പാസ്റ്റ് ടെൻസ് ഉണ്ടാക്കുവാൻ ആണ് വാസ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഐ ആം എ സ്റ്റുഡൻറ്റ്, ഐ വാസ് എ സ്റ്റുഡൻറ്റ്, ഞാനൊരു വിദ്യാർത്ഥിയായിരുന്നു. വാസ് ഐ എ സ്റ്റുഡൻറ്റ്? അതേപോലെ ഹീ ഉപയോഗിക്കുമ്പോൾ ഹീ ഈസ് എ സ്റ്റുഡൻറ്റ്, ഹീ വാസ് എ സ്റ്റുഡൻറ്റ്. വാസ് ഹീ എ സ്റ്റുഡൻറ്റ്? അവനൊരു വിദ്യാർത്ഥിയായിരുന്നു. മനസ്സിലായില്ലേ? ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മൾ പറഞ്ഞു ആം, ഈസ്, വാസ്. നെക്സ്റ്റ് വരുന്നതാണ് ആർ. ആറ് നമുക്കറിയാം ബഹുവചനങ്ങൾ, പ്ലൂറൽ സബ്ജക്റ്റുകൾ വരും, അല്ലേ? എന്തൊക്കെ വരാം? വി, ഞങ്ങൾ, ദേ, അല്ലേ? അവർ,
അല്ലേ? യു ഇത് കോമൺ ആയി വരുന്നതാണ്. നിങ്ങൾ, താങ്കൾ എന്നൊക്കെ പറയാം നമുക്ക്. ഇതിൻ്റെ കൂടെ പ്രസൻറ്റ് ടെൻസ് ഉണ്ടാക്കുവാൻ ആർ യൂസ് ചെയ്യുന്നു. ദേ ആർ സ്റ്റുഡൻസ് അല്ലേ? ചോദ്യമായി ആർ ആദ്യം വരുമ്പോൾ ആർ ദേ സ്റ്റുഡൻസ്. ഇഫ് യു യൂസ് ആർ ഇൻ ഫ്രണ്ട് ഓഫ് ദാറ്റ് സെൻറ്റൻസ്, ദി സെൻറ്റൻസ് വിൽ ബിക്കം എ ക്വസ്റ്റ്യൻ. മനസ്സിലായില്ലേ? അല്ലേ? വോ വിദ്യാർത്ഥി അല്ലേ? ഛത്ര ഹേ, ക്യാ വോ ഛത്ര ഹേ. അതുപോലെ ഇതിൻ്റെ പാസ്റ്റ് ടെൻസ്, അതായത് ആറിൻ്റെ പാസ്റ്റ് ടെൻസ് ഉണ്ടാക്കുവാനാണ് വേർ ഉപയോഗിക്കുന്നത്. ദേ ആർ സ്റ്റുഡൻസ്, ദേ വേർ സ്റ്റുഡൻസ്, അവർ വിദ്യാർത്ഥികളായിരുന്നു. മനസ്സിലായി? അപ്പോൾ ഈ 5 എണ്ണത്തിനെ നമുക്കൊരു സെക്ഷനിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നമുക്ക് തൽക്കാലം ഇന്ന് ക്ലാസ് ഇവിടെ നിർത്താം. നമ്മൾ തുടരും. ഇനി ദിവസവും ചിലപ്പോൾ ഞാൻ 1 or 2 ക്ലാസ്സുകളൊക്കെ പോസ്റ്റ് ചെയ്യും. ദെൻ ഷോർട്ട് വീഡിയോസ് ഓൾസോ. ഓക്കെ ദെൻ, ഗുഡ് നൈറ്റ്, ശുഭരാത്രി.